ഒടുവിലത് സംഭവിക്കുകയാണ്. പശ്ചിമ ബംഗാളിലേക്ക് കേന്ദ്രത്തിൻ്റെ ഒരു വമ്പൻ നീക്കം വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വോട്ടർ പട്ടികയുടെ SIR അത് ബീഹാറിലെത്തി. അത് വലിയ കോളിളക്കം ബീഹാറിൽ സൃഷ്ടിച്ചതാണ്. അപ്പോഴേ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് പശ്ചിമ ബംഗാളിലെത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുമെന്നുള്ളത്. ഇതേ തുടർന്ന് പശ്ചിമ ബംഗാളിലെ BJP ജാഗരൂകരായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ CAA ഹെൽപ്പ് ഡെസ്ക് അടക്കം അവർ തുടങ്ങിക്കഴിഞ്ഞു. പോരാത്തതിന് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിലെ 6 ജില്ലകൾ റോഹിംഗ്യൻ മുസ്ലിമുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ നേരത്തെ തന്നെ വായിച്ചതാണ്. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിൽ ഈ SIRനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ പ്രതിഷേധിക്കാനുള്ള നീക്കവും അവിടെയുള്ള പല കുടിയേറ്റക്കാരും നടത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പശ്ചിമ ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ ക്രമത്തിൽ ADMകൾക്കും EROമാർക്കും പരിശീലനം നൽകി തുടങ്ങി. അവർ പിന്നീട് BLOമാരെ പരിശീലിപ്പിക്കും. ഇതിനുശേഷം BLOമാർ വീട് തോറും പോയി വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. പശ്ചിമ ബംഗാളിൽ അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനു മുമ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. മറുവശത്ത് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറുകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് SIR പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടിക പരിശീലന സെഷന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് അഗർവാളും അഡീഷണൽ CEOമാരായ ദ്വിവേദു ദാസ്, അരിന്ദം നിയോഗിയും നേതൃത്വം നൽകി അത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ PTIയോട് പറയുന്നത്. എന്തായാലും ഓഫീസർമാരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ആദ്യം അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റ്, ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ എന്നിവർക്ക് പരിശീലനം നൽകും. ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പരിശീലനം നൽകും. അവർ വീട് തോറും പോയി വോട്ടർമാരെ ബന്ധപ്പെടുകയും ഫോം പൂരിപ്പിക്കുന്നതിൽ അവരെ സഹായിക്കുകയും ചെയ്യും. കൂടാതെ അടുത്തിടെ നടന്ന ഓഫീസർമാരുടെ യോഗത്തിൽ ജില്ലാതലത്തിൽ വോട്ടർ മാപ്പിംഗ് ആരംഭിക്കാൻ ADMമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡിവിഷൻ വോട്ടർ പട്ടികയുടെ നടത്തുന്നതിനായി ആളുകളുടെ വീടുകളിൽ പോയി അവരുടെ രേഖകൾ പരിശോധിക്കാനും എല്ലാം ശരിയായി രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും BLAമാർക്ക് നൽകുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുടിയേറ്റക്കാർക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇവർ വരുമ്പോൾ ഈ BLOമാരെ ആക്രമിക്കുക എന്നുള്ളതാണ് എന്ന് അവിടെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത ഈ കാര്യത്തിൽ കേന്ദ്രം പുലർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.